ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി DWLലെ നെക്സ്റ്റ് ആയ SQL ഇഞ്ചക്ഷൻ ആണ്. സോ SQL ഇഞ്ചക്ഷൻ പറഞ്ഞാൽ നോർമലി ഏതെങ്കിലും ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പേലോഡ് കാരണം നമുക്ക് ഇതിന് ഹിഡൻ ആയി കിടക്കുന്ന ഡാറ്റാസ് കാര്യങ്ങൾ കിട്ടുന്നത് SQL ഉണ്ടാകുന്ന ഒരു വൾനറബിലിറ്റിയാണ്. സോ ഇതിൽ നമുക്ക് യൂസർ ID സബ്മിറ്റ് ബട്ടൺ ഉണ്ട്. ഇപ്പോൾ നോർമലി യൂസർ ID നമുക്ക് S1 കൊടുത്താക്കാം, സബ്മിറ്റ് കൊടുത്താക്കാം. ആൻഡ് യൂസർ നെയിമിൻ്റെ ഫസ്റ്റ് നെയിമും സർ നെയിമും കാണുന്നുണ്ട്, അവിടെ ID കാണുന്നുണ്ട്. നമുക്ക് 2 കൊടുത്താക്കാം ആൻഡ് സബ്മിറ്റ് ചെയ്യുക. ആൻഡ് യൂസർ നെയിം 2 കാണുന്നുണ്ട്. ആൻഡ് ഇവിടെയും ചേഞ്ചസ് കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്തിട്ട് ഇവിടെയും 3 കൊടുത്തു നോക്കാം, ചേഞ്ച് ഉണ്ടാവുമല്ലോ ഇല്ല നോക്കാം. നമുക്ക് ഇവിടെ ഹാക്മി കാണുന്നുണ്ട്. ആൻഡ് അടുത്ത എത്ര പേര് പോകുന്ന അറിയത്തില്ല, ജസ്റ്റ് നമുക്ക് ഒരു 5 പേർ ട്രൈ ആക്കി നോക്കാം. 4 കൊടുക്കാം. ആൻഡ് പാബിലോ പോയിട്ടുണ്ട്. ആൻഡ് 5 കൊടുക്കാം. അപ്പം നമുക്ക് ഈ പാരാമീറ്ററിൽ തന്നെ ചേഞ്ച് ചെയ്യുമ്പോൾ വേറെ നമുക്ക് ഓരോരുത്തർ ID കാണാൻ പറ്റുന്നുണ്ട്. ലൈക്ക് 7 കൊടുത്തൊക്കെ 7 ഉണ്ടോ ഇല്ല, 7 ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു ഓൾമോസ്റ്റ് 5 വരെ ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ വൾനറബിലിറ്റി നമ്മൾ ഇതിന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. SQL ഇഞ്ചക്ഷൻ എങ്ങനെ ഉണ്ടോയെന്ന്. ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് സിംഗിൾ കോട്ട്, ഈ സിംഗിൾ കോട്ട് നിങ്ങൾക്ക് SQL അറിയുന്നവർക്ക് അറിയായിരിക്കും. ഇത് വൾനറബിലിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ പേലോഡ് ഉണ്ടാകാൻ വേണ്ടിയാണ്. സോ ഇതിൽ നമുക്ക് കാണാൻ പറ്റും, ഈ ഒരു എറർ വന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ ഇതിൽ SQL സിൻടാക്സിൽ SQL വൾനറബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഇനിയാണ് നമ്മൾ കോഡ് കൊടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ പേലോഡ് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ഈസി ആയിട്ട് ഫസ്റ്റ് നോർമലി ചെയ്യുന്ന കുറച്ച് പേലോഡ് ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ ഫസ്റ്റ് ഗിറ്റ്ഹബിൽ പോയിട്ടാണെങ്കിലും ലൈക്ക് SQL ഇഞ്ചക്ഷൻ പേലോഡ് എന്നടിച്ചാൽ ഗിറ്റ്ഹബിൻ്റെ കുറച്ച് പേലോഡ്സ് അല്ലെങ്കിൽ കുറച്ച് പേലോഡ് കാണാൻ പറ്റും. അതൊന്നും നമുക്ക് എടുത്ത് ട്രൈ ആക്കി നോക്കാം. ഇതിൽ ലാസ്റ്റിലേക്ക് ഉണ്ടാവും വേണ്ടോ, ഇതാ ഓരോ പേലോഡാണ്. സിംഗിൾ കോട്ട് നമ്മൾ ട്രൈ ആക്കി. നമുക്ക് ഇതിലിപ്പോൾ ഇതാ കോമൺ ആയിട്ട് ഇത് ചെയ്ത് നോക്കാം. ഏതൊക്കെ പേലോടെ വർക്ക് ആവാൻ നമുക്കൊരു ഐഡിയ ഇല്ല, കാണുന്ന ഏതെങ്കിലും ജസ്റ്റ് ട്രൈ ആക്കി നോക്കാം. ഇതിൽ ഇത് എടുത്ത് നോക്കി സബ്മിറ്റ്. ഓക്കെ, ഇത് വർക്കായില്ല. ആൻഡ് ഇത് കൊടുത്തു നോക്കാം, ഒരു ഹാഷിങ് കൂടെ ഉണ്ട് അവിടെ. ഓക്കെ, ഇതും വർക്കായില്ല. അപ്പം നമുക്ക് ഏതൊക്കെയാണ് വർക്ക് ആവുന്നേ നോക്കാം. ഇതിലിപ്പം ഓക്കെ, നമുക്ക് ഇത് ചെയ്ത് നോക്കാം. ഒരു സിംഗിൾ കോട്ട് ഇട്ട് കൊടുക്കുക ഫസ്റ്റ്. ആൻഡ് ഓർന്ന് ഇത്, അതായത് ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഇത്. നമ്മൾ എന്താ 1 = 1 എന്ന കണ്ടീഷൻ ട്രൂ അല്ലേ, അപ്പോൾ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വർക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇത് സെറ്റാണ്. സോ ഇത് ജസ്റ്റ് എന്താണ് ഈ വൾനറബിലിറ്റി അല്ലെങ്കിൽ പേലോഡ് എന്താ പറയുക, സിംഗിൾ കോട്ട് നമ്മൾ കൊടുത്തതിന് ഓർ കണ്ടീഷൻ അറിയാലോ, ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ അത് എന്നൊരു മീനിങ് വരുന്ന. അപ്പം നമുക്കറിയാം ഇതിൽ നമ്മൾ ജസ്റ്റ് കൊടുത്തു, ജസ്റ്റ് അവിടെ എന്തെങ്കിലും കൊടുത്ത്. പക്ഷേ 1 = 1 ആയിരുന്നു ദാറ്റ് കണ്ടീഷൻ ട്രൂ അല്ലേ, 1 ആയിരുന്നു 1 = ആണ്. സോ എന്താ അപ്പം നമ്മൾ SQL വർക്ക് ചെയ്യുന്ന ഓക്കെ ലൈക്ക് യൂസർ നെയിം അല്ലെങ്കിൽ പാസ്വേഡ് ഏതെങ്കിലും ഒന്നെങ്കിൽ ശരിയാവണം എന്നൊരു മീനിങ് ആണ് കൊടുക്കുന്നത്. അപ്പം 1 = 1 എന്ന കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ടാണ് എന്താ ഓൾമോസ്റ്റ് എല്ലാവരും നമുക്ക് എന്താ അവിടെ അവരുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അനുസരിച്ച് ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നത്. അതായത് അവരുടെ ഡാറ്റാസ് നമുക്ക് ഇതിന്ന് പേലോഡ് വഴി നമുക്ക് ലീക്ക് ആക്കാൻ പറ്റിയത്. ഇതേപോലെ തന്നെ വേറൊന്നാണ് SQL ഇഞ്ചക്ഷൻ ബ്ലൈൻഡ്. ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല അതിൻ്റെ റിസൾട്ട്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കാണാൻ പറ്റിയില്ലായിരുന്നു, പക്ഷേ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം അതാണ് ബ്ലൈൻഡ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് സിംഗിൾ കോട്ട് കൊടുത്തു നോക്കുക, എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു നോക്കുക, എന്താ റിസൾട്ട് എന്ന് അറിയാം. അപ്പോൾ ദർ വാസ് എൻ എറർ. ഓക്കെ, നമുക്ക് ഓക്കെ ഫസ്റ്റ് 1 കൊടുത്തു നോക്കാം. 1 കൊടുത്തിട്ട് എന്താ റിസൾട്ട്, അതിന് ID X ഡാറ്റാബേസിൽ ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ കൊടുത്ത് സെയിം വലുത് കൊടുത്ത് നോക്കാം, പേലോഡ് കൊടുക്കാം, സബ്മിറ്റ് അടിക്കാം, യൂസർ ID. അപ്പോൾ ഇത് വർക്കിംഗ് ആണ്, പക്ഷെ നമുക്ക് എന്തായാലും ഡാറ്റാസിൽ നേരത്തെ കണ്ടപ്പോൾ റിസൾട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചതിൻ്റെയാണ്, ഇത് ക്ലിയർ ആക്കാം.
ഇതൊരു പ്രീവിയസ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് വാച്ച്. ഓക്കെ, അപ്പോൾ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ബ്ലൈൻഡ് SQL നമ്മൾ എങ്ങനെയാണ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് നോക്കാം. സോ അതിൻ്റെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണണം. സോ ഫോർ ദാറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് SQL മാപ്പ് എന്ന് ഇതിൽ ഉപയോഗിച്ച് യൂസ് ചെയ്തിട്ടുള്ള ടൂളാണ് ചെയ്യുന്നത്. അപ്പം SQL മാപ്പ് -u എടുക്കുന്ന നമ്മൾ URL സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പം കിടക്കുന്ന URL നമ്മൾ കോപ്പി ചെയ്യാം. അപ്പം ഇതാണ് നമ്മൾ ലേറ്റസ്റ്റ് കിടക്കുന്ന URL. ലൈക്ക് പേലോഡ് ഇല്ലാതെ നമുക്ക് കൊടുത്തു നോക്കാം. ജസ്റ്റ് ID1 കൊടുത്തിട്ടില്ല. ഓക്കെ, ഈ URL കോപ്പി ചെയ്യാം. ഇവിടെ നമുക്ക് കൊണ്ടുപോയി പേസ്റ്റ് ആക്കാം. പിന്നെ ഇത് ചെയ്യുമ്പം ഇതിൻ്റെ ഈ ഫ്രണ്ടിലും ഏറ്റവും ഫ്രണ്ടിലും ലാസ്റ്റിലും ഡബിൾ കോട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി നമ്മളിവിടെ കുക്കി എന്ന് എഴുതാൻ പോവാണ്. കുക്കി KOKKI കുക്കി കൊടുത്ത് നമ്മളവിടെ ഡബിൾ കോഡിൽ സെക്യൂരിറ്റി = and PHP അത് ക്യാപ്സിൽ കൊടുക്കുകയാണ്. ആൻഡ് ഇനി ഇവിടെ സെക്യൂരിറ്റി = നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്ന സാധനം എന്താ വെച്ചാൽ, ഓക്കെ പറഞ്ഞുതരാം. നമ്മൾ ഈ സെക്യൂരിറ്റി = അത് നമ്മുടെ ഡയറക്റ്റ് അടിക്കണം എന്നില്ല. ഓക്കെ, സോ ഇവിടെ പോയിട്ട് നമ്മൾ ഇൻസ്പെക്റ്റ് പോവാം, ഇവിടെ കൺസോളിൽ പോവാം, എന്നിട്ട് document.cookie എന്ന് കൊടുക്കാം. എൻ്റർ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് സെക്യൂരിറ്റി PHP, സോ ഈ സാധനമാണ് കോപ്പി ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നോർമലി ഈ സെക്യൂരിറ്റി ആ ഒരു ഓർഡറിലാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ഓൾറെഡി എഴുതിയിട്ടുണ്ട്. നമുക്ക് PHPൻ്റെ കോപ്പി പേസ്റ്റ് ആക്കാം. PHP SSHID നമ്മൾ ആ സെമിക്കോളൻ വരെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത മെസ്സേജ് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഓക്കെ സിംഗിൾ കോഡിലൊക്കെ ഇനി നമുക്ക് ഡബിൾ കോഡ് ഇട്ട് ക്ലോസ് ചെയ്യാം. ഒക്കെ കറക്റ്റായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡാറ്റാബേസ് കിട്ടുകയാണെങ്കിൽ DBS എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്ക് റിസൾട്ട് നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇഫ് യു ലൈക്ക് ദ ബാക്ക് ആൻഡ് DBMS MySQL ഡിവൈഡ്. ഓക്കെ, ഇങ്ങനെ വരുമ്പം നോർമലി നമുക്ക് വേണമെങ്കിൽ ക്യാപ്സിൽ വരുന്നത് സെലക്ട് ആക്കാം. അപ്പോൾ Y സെലക്ട് ആക്കാം, ഇതിലും Y സെലക്ട് ആക്കാം. ദെൻ ബ്ലൈൻഡ് SQL നടക്കുകയാണ്. നെക്സ്റ്റ് ക്യാപ്സ് N കൊടുക്കുന്നത്, കാരണം N ആണ് വലുത്, ക്യാപിറ്റൽ ലെറ്റർ കിടക്കുന്നത്, ഇതിൽ Y ആണ് കിടക്കുന്നത്. ജസ്റ്റ് നമുക്ക് അങ്ങനെ കൊടുത്ത് പോയേക്കാം. ആൻഡിൽ N. ഓക്കെ, മേ ബി ഈ വീഡിയോ കുറച്ചും കൂടി ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്, ബിക്കോസ് ലെങ്തിയാണ്, 8 മിനിറ്റ് ഓൾറെഡി. നമുക്ക് നോക്കാം. നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് 2 ഡാറ്റാബേസ് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഡാറ്റാബേസ് കിട്ടാനായിട്ടാണ് ചോദിച്ചത്. ഇപ്പോൾ DBW ഇൻഫോർമേറ്റീവ് സ്കീമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ മേലെ കൊടുത്ത സെയിം സാധനം നമുക്ക് OPS DBS മാറ്റിയിട്ട് നമ്മൾ എന്താ അത് സ്പെസിഫൈഡ് ഡയറക്ടർ, അതാണ് ക്യാപിറ്റൽ D കൊടുക്കുന്നത്. സോ D കൊടുത്തതിന് ശേഷം നമുക്ക് എന്താ അതിലേത് ഡയറക്ടറിയാണ് വേണമെന്ന് പറയേണ്ടത്. നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് DBW. അപ്പോൾ അത് ഇവിടെ എഴുതാം. അപ്പോൾ അതിവിടെ സ്പെസിഫൈ ചെയ്യുക DBWA. അപ്പോൾ DBW എഴുതിയിട്ടുണ്ട്, നമ്മൾ സ്പെസിഫൈ ചെയ്യാനുള്ള. ഇനി നമുക്ക് ഇതിൽ ഞാൻ ടേബിൾസ് മാത്രമായി നോക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ -ന് ചിഹ്നം ടേബിൾസ്. അപ്പം നമുക്ക് എൻ്റർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇറ്റ്സ് വർക്കിംഗ്. അപ്പോൾ ഇതിൽ നമുക്ക് 2 ടേബിൾസ് കിട്ടിയിട്ടുള്ള ഗസ്റ്റ് ബുക്കും യൂസേഴ്സും. ഇനി ഈ യൂസറിൽ നമുക്ക് അതിൻ്റെ ഏതെങ്കിലും സ്പെസിഫൈ ചെയ്ത ടേബിൾ നോക്കാം. ഇപ്പോൾ DBWA ഇപ്പോൾ നമ്മൾ നേരത്തെ പോലെ അതിലേതെങ്കിലും ടേബിളാണ് പറയുന്നത്.
ഇപ്പോൾ ടി ഇവിടെ എഴുതിയിട്ടുണ്ട് ക്യാപിറ്റൽ ലെറ്റർ. അതിൽ ഏത് നമ്മളെ ടേബിളാണ് പറയുന്നത്, യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിൽ വേണ്ടത് അതിൽ കോളാണ്. ഇപ്പോൾ കോളം COLUMNS. ഓക്കെ, അത് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് അതിൻ്റെ കോളത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് വരുന്നുണ്ട്. യൂസർ ID, ഇന്ത്യ, ഫസ്റ്റ് നെയിം, വാർച്ചാർ, ലാസ്റ്റ് നെയിം, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കോളത്തിൻ്റെ ഏതാണ് ടൈപ്പ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ കണ്ടായിരുന്നു. ഓക്കെ, അത് ക്ലോസ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്ത് ഇവിടെ കോളത്തിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കോളം കിട്ടി. ഇനി നമുക്ക് ഇതിലെ നേരത്തെ പോലെ നമുക്ക് ഇന്ന കോളത്തിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ടേബിൾ കിട്ടി. ടേബിളിൽ ഏതാണ് യൂസർ എടുത്തു. അതിലിപ്പോൾ കോളത്തിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഏതാ, യൂസർ ID ഉണ്ട്. നമുക്ക് മേലെ യൂസർ ID അല്ലേ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ യൂസർ ID ഉണ്ട്. ഇപ്പോൾ യൂസർ IDയും അതിൻ്റെ പാസ്വേഡും നമുക്ക് എടുക്കാം. സോ ഇതിൽ യൂസറിന് മാറ്റിയിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പോവാണ് എന്താണ് വേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ക്യാപിറ്റൽ ലെറ്റർ C കൊടുക്കുകയാണ്. അപ്പോൾ ഏതാണ് കോളം നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് യൂസർ ID കോപ്പി ചെയ്യാം. കോപ്പി പേസ്റ്റ് ചെയ്യാം. ദെൻ ഇവിടെ കോമായിട്ട് നമുക്ക് പാസ്വേഡും വേണ്ടേ. അപ്പോൾ പാസ്വേഡിൻ്റെ ഇതും കോപ്പി ചെയ്യാം. പേസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഡംപ് ചെയ്യാൻ പോവാം. ഡംപ് ചെയ്യാനായി ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാൻ പോവാം. ഡംപ് ചെയ്യുമ്പോൾ സ്പെല്ലിങ് മുമ്പിൽ -DUMP. ഓക്കെ, നമുക്ക് എൻ്റർ അടിച്ച് നോക്കാം. അതിൽ പാസ്വേഡ് യൂസർ ID ഒക്കെ അനുസരിച്ച് വരും. ഹാഷാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഹാഷായിട്ട് കാണാം. നമുക്ക് ടെമ്പററി ഫയൽ വേണോ പ്രോസസ്സിങ് വേണോ ചോദിക്കേണ്ടത്. സ്റ്റോർ ഹാഷ് ടെമ്പററി ഫയൽ സ്റ്റോർ ചെയ്യണോ? No, I don't want. So yeah, ഇതിൽ ക്യാപിറ്റൽ ലെറ്റർ Y. യെസ്, ഞാൻ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഞാനൊന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് എൻ്റർ ചെയ്യാണ്. ആൻഡ് ഇവിടെ ക്യാപ്സിൽ വരുന്നത് N ആണ്. അപ്പോൾ N കൊടുത്തു. അത് പ്രോസസ്സിങ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ റൺ ആകുമ്പോൾ കാണാൻ പറ്റും പാസ്വേഡ് വിത്ത് അതിൻ്റെ ഹാഷായിട്ടാണ് റൺ ആവുന്നത്, പ്രോസസ്സിങ് ആവുന്നത്. ഓക്കെ, നമ്മളെ പാസ്വേഡ് വിത്ത് യൂസർ ID നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഒക്കെ അതിൻ്റെ ഹാഷായിട്ടാണ് വന്നത്. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് ഒരാളുടെ ഡീറ്റെയിൽസ് നമ്മൾ ഹാഷായിട്ട് യൂസർ ID വെച്ച് കിട്ടിയില്ലേ. അപ്പോൾ ഇതാണ് SQL ഇഞ്ചക്ഷൻ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് എന്താണ് ഏത് കോളാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം കൊടുത്തിട്ട് ഈ യൂസറിന് പകരം ഈ കോളം സ്പെസിഫൈ ചെയ്യാതെ വെറും യൂസർ ഡംപ് എന്ന് അടിച്ചാൽ എന്തൊക്കെ ഇതിലുണ്ടോ ഫുള്ള് വരും. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ട അതിനനുസരിച്ച് ചെയ്താൽ മതി. സോ ഇതാണ് നമ്മളെ SQL ഇഞ്ചക്ഷൻ. അപ്പോൾ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. നെക്സ്റ്റ് വീക്ക് സെഷൻ IDs ആയിരിക്കും. ഓക്കെ, അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. അപ്പോൾ നമ്മളിത് ഡിസ്കസ് ചെയ്ത SQL ഇഞ്ചക്ഷനും SQL ഇഞ്ചക്ഷൻ ബ്ലൈൻഡും ആണ്. അപ്പോൾ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എന്തെങ്കിലും ഡൗട്ട് ലൈക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വരുത്തണമെന്നുണ്ടെങ്കിലൊക്കെ യു ക്യാൻ കമൻറ്റ് ബിലോ. ഓക്കെ, ബൈ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ഗൈസ്.